ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ഉലുവ, പിന്നെ നമ്മുടെ വീട്ടിലുള്ള അരി, പിന്നെ നമ്മുടെ അലോവേരയാണ് കേട്ടോ. അതിൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ട് അച്ചാറെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് ഞാനിവിടെ അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയും നമ്മുടെ ഉലുവയും കൂടെ സമ അളവിൽ ഞാൻ ഓരോ ടീസ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി തലേ ദിവസം വെള്ളത്തിലിട്ട് നല്ലതായിട്ട് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ അരിയുടെയും ഉലുവയുടെയും അലോവേരയുടെയും ഈ പാക്ക് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഹെയർ പാക്കാണ് കേട്ടോ. ഇതിനകത്ത് അമിനോ ആസിഡും നമ്മുടെ പ്രോട്ടീനും അങ്ങനെ ഹെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും പിന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്നതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള, എന്നാൽ നമുക്ക് വലിയ പൈസയ്ക്ക് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സോക്ക് ചെയ്ത എല്ലാ സാധനങ്ങളെയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ നല്ല സ്മൂത്തായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അരച്ചെടുക്കുമ്പോഴേ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ സ്മൂത്തായിട്ട് അരച്ചെടുത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു എഗ്ഗ് ആണെങ്കിലും ഒരു എഗ് വൈറ്റോ അല്ലെങ്കിൽ ഇനി എഗ്ഗ് വൈറ്റും യോക്കും രണ്ടും കൂടിയാണെങ്കിലും ഇൻസ്റ്റെഡ് ഓഫ് തൈര് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതിനെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മുട്ടയുടെ മണം അത്ര ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ തൈര് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് നമ്മുടെ മുടിയിലൊക്കെ ആരെങ്കിലും ഒന്ന് തേച്ച് തരാനുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്നു പറയാനായിട്ട് കാര്യം നമ്മുടെ സ്കാൽപ്പാണ് നമ്മൾ മെയിനായിട്ടിത് പുരട്ടി കൊടുക്കേണ്ടത് കേട്ടോ. ഇത് മുടിയിലും മുടിയിൽ പുരട്ടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്കാൽപ്പിനെയാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. എന്നാൽ എല്ലായിടത്തും എത്തണമെങ്കിൽ നമുക്ക് തലയിൽ പുരട്ടുമ്പോൾ തന്നെ തലയ്ക്ക് നല്ലൊരു തണുപ്പുണ്ടാകും കേട്ടോ. നല്ലൊരു സുഖമാണ് ഇത്. ഈ പാക്ക് നമ്മൾ തലയിടുന്ന ദിവസം നമുക്ക് രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. മിക്കവാറും തന്നെ നല്ലതായിട്ട് ഇത് തലയിലിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഉറക്കമൊക്കെ വരും കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇത് നന്നായിട്ട് നമ്മുടെ തലയിൽ എല്ലാ വശത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുത്തിട്ട് ഒരു മിനിമം ഒരു 30 മിനിറ്റെങ്കിലും തലയിൽ വെക്കണം കേട്ടോ. ഞാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ലീവ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മളിത് തലയിൽ ലീവ് ചെയ്തിട്ട് വേണം നമുക്കിതിനെ വാഷ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വാഷ് ചെയ്യാനായിട്ട് ഷാമ്പു ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ ഉലുവ ശരിക്കും നമ്മൾ ആ ഒരു ഷാമ്പൂവിൻ്റെ എഫക്റ്റാണ് തരുന്നത്. തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇതൊരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ മുടി ഇത് പുരട്ടി കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട്, ഞാനിത് തന്നെ പുരട്ടുന്നതുകൊണ്ട് എത്താത്തടത്തൊക്കെ കൂടെ ഒന്നും കൂടെ ഒക്കെ തന്നെ നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം എൻ്റെ തലമുടിയിൽ ഇതെല്ലാ സൈഡിലും ഞാൻ നന്നായിട്ട് തന്നെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. തലമുടി ഞാനിവിടെ കെട്ടി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം ഇനി ഞാനിത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ മുടി കഴുകി കളയുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പോയിട്ട് എൻ്റെ തലമുടി എല്ലാം നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. എൻ്റെ മുടിയെല്ലാം നല്ല സ്മൂത്തായി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹെയർ പാക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആകാനും ഡാൻഡ്രഫ് എല്ലാം കുറയാനും ഇത് നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.